സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 5.3 തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3ൽ 10 സബ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ അതിൽ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given A is equal to 5, D is equal to 3, AN is equal to 50, find N and Sn. സോ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, സോ A5, D3, AN 50. AN 50 എന്ന് വെച്ചാൽ നമുക്ക് എന്താ അറിയാം, ഈ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ ഏതോ ഒരു ടേം എന്താണ് 50 ആണ്. ഓക്കെ, അത് എത്രാമത്തെ ടേം ആണ് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് N കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ സം ഓഫ് N ടേംസ്. അപ്പോൾ ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് എന്താ, N ആണ്. AN 50 ആയിട്ട് എടുക്കുക, എന്നിട്ട് ഫസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുക. ദാറ്റ് ഇസ് AN is equal to A plus N minus 1 into D, നമ്മുടെ ഫോർമുല. ഇനി അറിയുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, N-ന്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇനി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് N വാല്യൂ കണ്ടുപിടിക്കുന്നത്. 50 minus 5, that is 45 is equal to N minus 1 into 3. Multiplication turns to division. 45 by 3, that is 15 is equal to N minus 1. Therefore N is equal to 16. അതായത് ഈ AP-യുടെ 16th ടേം ആണ് എന്ത്, 50 എന്ന് പറയുന്നത്. ഇനി കണ്ടുപിടിക്കുക. സോ N കണ്ടുപിടിച്ച് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് ഇനി സം ഓഫ് N ടേംസ് SN കണ്ടുപിടിക്കണം. അതായത് എന്താ കണ്ടുപിടിക്കുന്നത്, സം ഓഫ് 16 ടേംസ്. ഈ 16 ടേംസിന്റെ സം കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ടുള്ള വാല്യൂസ് എല്ലാം നമുക്കറിയാം. N അറിയാം, A അറിയാം, D അറിയാം, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. സോ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. SN is equal to N by 2 into 2A plus N minus 1 into D. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സം ഓഫ് ഫസ്റ്റ് 16 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് is equal to 16 by 2, that is 8. 2A, 2 into 5 plus 16 minus 1 is 15 into common difference 3. Okay, this is equal to 8 into 10 plus 15 3s are 45. That is equal to 8 into 45 plus 10, 55. So 8 into 55 is 440. അപ്പോൾ 16 ടേംസിൻ്റെ സം നമുക്ക് 440 ആണ് കിട്ടി. സോ അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്നും കണ്ടുപിടിച്ച് അതേപോലെ തന്നെ SN-ഉം കണ്ടുപിടിച്ച്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. A is equal to 7, A 13 ആണ് തന്നിട്ടുള്ളത്. പിന്നെ A 13 is 35, find D and sum of 13 terms. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും ആക്ച്വലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് തന്നേക്കുന്ന ഇൻഫർമേഷൻസ് വ്യത്യാസമുണ്ട്. സോ ഇവിടെ A തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ A 13 തന്നിട്ടുണ്ട്. 13th ടേം എന്താണുള്ളത്. സോ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും, A 13. അവിടെ നിന്ന് N അറിയാം, 13th ടേം ആണ് എന്ത്, 35. സോ N അറിയാം, AN അറിയാം, അതേപോലെ Aയും അറിയാം. സോ നമുക്ക് ഫസ്റ്റ് ഫോർമുല, അതായത് AN is equal to A plus N minus 1 into D, ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, D ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ചെയ്ത് നോക്കാം. AN is equal to A plus N minus 1 into D. AN is 35, A അറിയാം 7 പ്ലസ് 13th ടേം ആണെന്നറിയാം. സോ 30 minus 1 is 12 into കോമൺ ഡിഫറൻസ് D അറിയില്ല. ഓക്കെ, 35 minus 7, 28 is equal to 12D. D is equal to 28 by 12. സോ ഇതൊരു ഫ്രാക്ഷൻ ആയിരിക്കും. നമുക്ക് ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കാം. അതായത് 4, സോ 4 വെച്ച് ക്യാൻസൽ ആക്കാം. സോ ലോവസ്റ്റ് ഫോമിൽ നമുക്ക് കിട്ടുക 7 by 3 ആണ് കോമൺ ഡിഫറൻസ്. സോ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് ഫൈൻഡ് D. പിന്നെ കണ്ടുപിടിക്കുന്നത് സം ഓഫ് 13 ടേം ആണ്, S13. S13 is equal to N by 2 into 2A plus N minus 1 into D. സോ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വാല്യൂസും നമുക്കറിയാം. N അറിയാം, A അറിയാം, D ഇപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു. സോ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 13 by 2 into N is 13. So 13 minus 1 is 12 into common difference കണ്ടുപിടിച്ചത് 7 by 3. ഓക്കെ, ഈ 3യും അതേപോലെ തന്നെ 12ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 3 4s are. So that is equal to 13 by 2 into 7 2s are 14 plus 4 7s are 28. ഇനി ആഡ് ചെയ്യാം 42. ഈ 2ഉം 42ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 21.
13 into 21 is 273. So 273 ആണ് final answer. That is sum of 13 terms of this arithmetic progression is 273. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡി കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ സം ഓഫ് 13 ടേംസും കണ്ടുപിടിച്ചു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. സോ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് A12 is equal to 37, D is equal to 3, find A and S12. ഇത് ആക്ച്വലി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കുറച്ച് സിമിലർ ആണ്. നേരത്തെ തന്നത് A തന്നിട്ടുണ്ടായിരുന്നു, D തന്നിട്ടില്ല. ഓക്കെ, സോ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സോ ഇവിടെ അതേപോലെ തന്നെ എൻ തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് എൻ കിട്ടി, 12th ടേം ആണ് 37 കിട്ടി. അതേപോലെ ഡിയും തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എ കണ്ടുപിടിക്കാൻ പറ്റും. എ എൻ ഇസ് ഈക്വൽ ടു ഓക്കെ. സോ എ എൻ നമുക്കറിയാം 37 ആണെന്ന് അറിയാം. 37 എത്രാമത്തെ ടേം ആണ്? 37 12th ടേം. സോ എൻ ഇസ് 12 ഇസ് ഈക്വൽ ടു എ നമുക്കറിയില്ല പ്ലസ് എൻ minus 1. 12 minus 1 is 11 into common difference given 3. Okay, 37 is equal to a plus 11 into 3 is 33. So ഇവിടെ addition ആണ് വരുന്നത്, അതുകൊണ്ട് a is equal to 37 minus 33, that is equal to 4. So നമുക്ക് ഫസ്റ്റ് പാർട്ട് കിട്ടി, ഫൈൻഡ് a കിട്ടി. ഇനി സം ഓഫ് 12 ടേംസ് കണ്ടുപിടിച്ചാൽ മതി. S12 is equal to same തന്നെ, that is n by 2 into 2. n is 12. 12 by 2 into 2a. 2 into first term നമ്മൾ കണ്ടുപിടിച്ചു, that is 4. 2a plus n minus 1, that is 12 minus 1 is 11 into common difference 3. That is equal to 12 by 2 is 6 into 4 2s are 8 plus 33. That is 6 into 8 plus 33 is 41. And 6 into 41 is 246. So അതാണ് sum of the 12 terms of the AP. So first പാർട്ടും അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. So fourth question ഇതാണ്. A3 is equal to 15 and sum of 10 terms is equal to 125. Find D and A2. സോ ഇത് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് തന്നിട്ടുള്ളത് A3 തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സം ഓഫ് 10 ടേംസും തന്നിട്ടുണ്ട്. എ ഡി അങ്ങനെ ഒന്നും വേറെ ഇൻഫർമേഷൻസ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എ എൻ ഇസ് 15, അതായത് A3 ഇസ് 15 ആണ് തന്നിട്ടുണ്ട്. സോ എ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി, ദാറ്റ് ഇസ് A3 is a plus 2d is equal to 15. ഇതാണ് നമുക്കറിയുന്ന ആദ്യത്തെ ഇക്വേഷൻ. ഇതിൽ എയും അതേപോലെ തന്നെ ഡിയും നമുക്കറിയില്ല, അതുകൊണ്ട് നമുക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് തന്നേക്കുന്ന ഇൻഫർമേഷനിൽ കിട്ടുക. a plus 2d is equal to 15. ഇനി സെക്കൻഡ്, ദാറ്റ് ഇസ് സം ഓഫ് 10 ടേംസ് is equal to 125. S10 is equal to 125. That is sum of 10 terms in a formula എഴുതി നോക്കാം. that is n by 2 into 2a plus n minus 1 into d is equal to 125. n നമുക്കറിയാം 10 ആണെന്ന്. so 10 by 2 is 5. 2a plus 10 minus 1 is 9d is equal to 125. So ഇനി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇറ്റ് ടേൺസ് ടു ഡിവിഷൻ. ദാറ്റ് ഇസ് 2a plus 9d is equal to 125 divided by 5, that is equal to 25. സോ ഇത്രയാണ് സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ ഇത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് മാറി. സോ ഇനി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് രണ്ട് ഇക്വേഷൻസ് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇക്വേഷൻ അതേപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ എടുക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ രണ്ട് ഇക്വേഷൻസ്. a plus 2d is equal to 15, അതേപോലെ തന്നെ 2a plus 9d is equal to 25. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ a plus 2d അതേപോലെ തന്നെ a plus 9d. സോ അവിടെ രണ്ടും a കോമൺ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ഒരു ടേമിനെ ഈക്വൽ ആക്കേണ്ട ഒരു ആവശ്യം വന്നിരുന്നില്ല. സോ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ a അതേപോലെ 2a ആണ് കിടക്കുന്നത്, ഇവിടെ 2d ആൻഡ് 9d. സോ ഈസി ആയിട്ട് നമുക്ക് ഈക്വൽ ആക്കാൻ പറ്റുന്നത് ഒബ്വിയസ്ലി ഇത് 2 ആക്കിയാൽ മതി. സോ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് ചെയ്യണം? it must be multiplied by 2. അപ്പോൾ എന്തായിട്ട് മാറും? 2a
പ്ലസ് ഓരോ ടേംസ് ആണ് മൾട്ടിപ്ലൈഡ് ആവുന്നത്, അതുകൊണ്ട് 2d ബിക്കംസ് 4d ആൻഡ് 15 30 ആയിട്ട് മാറും. ഓക്കെ, സോ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ മാറും. സെക്കൻഡ് ഇക്വേഷൻ സെയിം ആയിട്ട് തന്നെ, ദാറ്റ് ഇസ് 2a പ്ലസ് 9d ഈക്വൽ ടു 25. ഇനി സബ്ട്രാക്ട് ചെയ്യാം. 2a മൈനസ് 2a 0 ആയിട്ട് മാറും. 4d മൈനസ് 9d ഇസ് മൈനസ് 5d and 30 minus 25 is 5. Therefore, d is equal to minus 5 by minus 5, that is equal to minus 1 ആണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുക. ഓക്കെ, സോ ഇപ്പോൾ ഈ എലിമിനേഷൻ മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് അറിഞ്ഞാൽ മാത്രമാണ് ഇതേപോലുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഡി കിട്ടിക്കഴിഞ്ഞ് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? A10, 10th ടേം ഓഫ് ദി AP, ദാറ്റ് ഇസ് a plus 9d. A10 is equal to a plus 9d. സോ ഇതിൽ ഡി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കണം A10 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്റെ വാല്യൂ അറിയണം. സോ ഡിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈസിലി എന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. സോ അത് നോക്കാം. ഒന്നില്ലെങ്കിൽ ഈ ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഓക്കെ, സോ a പ്ലസ് 2 ഇൻറ്റു മൈനസ് 1, ഞാൻ ഇതിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. സോ മൈനസ് 2 ഇസ് ഈക്വൽ ടു 15 ആൻഡ് a ഇസ് ഈക്വൽ ടു 15 പ്ലസ് 2, ദാറ്റ് ഇസ് ഈക്വൽ ടു 17 എന്ന് കിട്ടും. സോ ഇനി നമുക്ക് 10th ടേം കണ്ടുപിടിക്കാം. സോ എ കണ്ടുപിടിച്ച് അതേപോലെ തന്നെ ഡിയും കണ്ടുപിടിച്ച്. a 17 ആണ്, അതേപോലെ d is equal to minus 1, that is equal to 17 plus minus 9. Subtract. Okay, so 10th term of the AP is 8. So 4th question കഴിഞ്ഞ് നമ്മൾ d കണ്ടുപിടിച്ച് അതേപോലെ തന്നെ A10 കണ്ടുപിടിച്ചു. സോ ഇവിടെ എ കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല, പക്ഷെ A10 കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് മാത്രമാണ് A10 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി 5th ക്വസ്റ്റ്യൻ നോക്കാം. സോ 5th ക്വസ്റ്റ്യൻ ഇതാണ്. ഡി തന്നിട്ടുണ്ട്, d is equal to 5 and sum of 9 terms is equal to 75. Find a and a9. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാനുള്ളൂ. അതായത് സം ഓഫ് 9 terms, S9 തന്നിട്ടുണ്ട്. അപ്പോൾ n അറിയാം, n എന്താണ്? 9. അതേപോലെ കോമൺ ഡിഫറൻസും അറിയാം. സോ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എ കണ്ടുപിടിക്കാൻ പറ്റും, ഫസ്റ്റ് ടേം ഓഫ് ദി AP, ആൻഡ് A9 കണ്ടുപിടിക്കാം. സോ ഫോർമുലയിലേക്ക് നമുക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സം ഓഫ് 9 terms ആണ്. സം ഓഫ് 9 is 75 is equal to 9 by 2 into 2a plus n is 9, 9 minus 1 is 8 into common difference, that is 5. So ഇവിടെ ഡിവിഷൻ ആണ് വരുന്നത്. It turns to multiplication, that is 75 into 2. 150 is equal to, so അതേപോലെ തന്നെ 9 ഡിനോമിനേറ്ററിലേക്കും വരും. 150 by 9 equal to 2a plus 8 5s are 40. സോ ഇത് നമുക്ക് ലോഗസ് ഫോമിലേക്ക് ആക്കാം. അതായത് 3 വെച്ച് രണ്ടും കട്ട് ചെയ്യാം. 3s are 50s are. Therefore 50 by 3 is equal to 2a plus 40. 2a അവിടെ നിൽക്കട്ടെ. 40 addition turns to subtraction. That is 50 by 3 minus 40 is equal to 2a. LCM എടുക്കണം. That is 3, common denominator. That is 50 minus 120 by 3 is equal to 2a. That is 70 by 3 is equal to 2a. Therefore a is equal to, division ആയിട്ട് മാറും. That is 70 by 3, ഡിനോമിനേറ്ററിലേക്കാണ് 2 വരിക. Now 270, 35. So 35 by 3 ആണ് ഫസ്റ്റ് ടേം ഓഫ് ദി AP. സോ എ കണ്ടുപിടിച്ച് ഇനി കണ്ടുപിടിക്കേണ്ടത് A9, that is 9th term of the AP. A9 is equal to a plus n minus 1, that is 8d. First term gitti and common difference is given in the question.
A9 is equal to first term is 35 by 3 plus 8 into 5. That is equal to 35 by 3 plus 40. Again LCM 3. 35 plus 120 by 3. Sorry, common difference is actually minus 70. 50 minus 120 ആണ് വരുന്നത്. Therefore it is minus 70. And therefore first term of the AP is minus 35 by 3. Therefore ഇവിടെ subtraction ആണ് വരിക. That is 35 minus 120 is 85. 85 by 3 ആണ് answer. That is the 9th term is 85 by 3. സോ അതാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എ. അതേപോലെ തന്നെ A9 നമ്മൾ കണ്ടുപിടിച്ചു. സോ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ നമ്പർ 3 ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് മനസ്സിലായി. പല ടൈപ്പാണ് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് തന്നേക്കണ ഇൻഫർമേഷൻസ് ഡിഫറെൻ്റ് ആണ്. പക്ഷെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. ഇനിയുള്ള 5 ക്വസ്റ്റ്യൻസും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ആ 5 ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം.